ഓം ശ്രീരാമചന്ദ്രായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാണ്ഡം 101 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, ദശരഥാസുതനായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമൻ രാക്ഷസകരമുക്തമായിരിക്കുന്ന അസ്ത്രത്തെ കരുത്തുകൊണ്ട് തകർത്ത് വൻ പോരില് മോദമാറുന്നു. തുടർന്ന് കവീശ്വരന്മാർ ആഹ്ലാദത്തോടെ ഉച്ചത്തില് അലറി. തസ്മിൻ പ്രതിഹതേ അസ്ത്രേതു രാവണോ രാക്ഷസാധിപ. ആ അസ്ത്രം നശിച്ചപ്പോൾ രാക്ഷസാധിപനായിരിക്കുന്ന രാവണൻ അരിശം വീണ്ടും വർദ്ധിച്ചു, ഇരട്ടിയായി. കോപത്തോടെ മറ്റൊരസ്ത്രം എടുത്തു. മയം നിർമ്മിച്ച ഘോരമായിരിക്കുന്ന മറ്റൊരു രൗദ്രാസ്ത്രം എടുത്തുകൊണ്ട് രാമന്റെ നേർക്ക് അയക്കുവാനായിട്ട് ഒരുങ്ങി. തദശൂലാനി നിശ്ചേരുർഗദാശ്രമസലാനി ചാം. അപ്പോൾ ആ വില്ലിൽ നിന്ന് പ്രകാശമാനങ്ങളും വജ്രതുല്യങ്ങളുമായിരിക്കുന്ന ശൂലങ്ങളും ഗതകളും മുസലങ്ങളും ഒക്കെ പുറപ്പെട്ടു. അല്പാന്തകാലത്തെ കൊടുങ്കാറ്റ് പോലെ പലതരം ദിഷ്ടങ്ങളായിരിക്കുന്ന മുൾത്തടികളും കൂടങ്ങളും പാശങ്ങളും ജ്വലിക്കുന്ന വജ്രായുധങ്ങളും പുറത്തു വന്നു. തദസ്ത്രം രാഘവ ശ്രീമാൻ ഉത്തമാസ്ത്രവിധാം വര. ശ്രീമാനും അതിതേജസ്വിയും ഉത്തമാസ്ത്രജ്ഞന്മാരില് ശ്രേഷ്ഠനുമായിരിക്കുന്ന രാഘവൻ ആ അസ്ത്രത്തെ ഗാന്ധർവം എന്ന ഉത്തമാസ്ത്രം കൊണ്ട് നശിപ്പിച്ചു. തസ്മിൻ പ്രതിഹതേസ്ത്രേതു രാഘവേണ മഹാത്മന. മഹാത്മാവായിരിക്കുന്ന രാമൻ ആ അസ്ത്രത്തെ നശിപ്പിച്ചപ്പോൾ കോപം കൊണ്ട് കണ്ണുകലങ്ങിയ രാഘവൻ സൗരാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഭീമവേഗവാനും ധീമാനുമായ ദശഗ്രീവന്റെ വില്ലിൽ നിന്ന് ജ്വലിക്കുന്ന കൂറ്റൻ ചക്രങ്ങൾ പുറപ്പെട്ടു. പതിക്കുന്ന ചന്ദ്രസൂര്യഗ്രഹങ്ങളാല് 10 ദിക്കുകളിൽ നിന്ന പോലെ എമ്പാടും പായുന്ന അവയാല് ആകാശം പ്രകാശിച്ചു. ആ ചക്രങ്ങള് ശരനിരകൾ കൊണ്ട് രാഘവൻ മുറിച്ചു. രാവണന്റെ സേനാമുഖത്തേക്ക് നാനാതരം ആയുധങ്ങളും അയച്ചു. രാക്ഷസാധിപനായിരിക്കുന്ന രാവണൻ ആ അസ്ത്രം നശിച്ചത് കണ്ട് 10 ബാണങ്ങൾ കൊണ്ട് രാമന്റെ സർവമർമ്മങ്ങളിലും മുറിവേൽപ്പിച്ചു. രാവണന്റെ വൻവില്ലിൽ നിന്ന് പുറപ്പെട്ട 10 ബാണങ്ങൾ ഏറ്റിട്ടും മഹാതേജസ്വിയായ രാഘവൻ കുലുങ്ങിയില്ല. തതോ വിവ്യാതഗാത്രേഷു സർവേഷു സമിതിഞ്ച. അപ്പോൾ രണവിജയായിരിക്കുന്ന രാഘവൻ രോഷാകുലനായി രാവണന്റെ സർവ അവയവങ്ങളിലും അനേകം അമ്പുകൾ കൊണ്ട് എയ്തു. അതിനിടയില് രാഘവാനുജനും കരുത്തനും ക്രുദ്ധനും വൈരിവീരനാശകനുമായിരിക്കുന്ന ലക്ഷ്മണൻ 7 ബാണങ്ങൾ എടുത്തു. അത് തേജസ്വിയായിരിക്കുന്ന ലക്ഷ്മണൻ ശക്തിയേറിയ ശരങ്ങൾ കൊണ്ട് രാവണന്റെ നരശിരോധ്വജത്തെ 100 നുറുക്കി. ശക്തിയേറിയവനും ശ്രീമാനുമായിരിക്കുന്ന ലക്ഷ്മണൻ രാക്ഷസന്റെ സാരഥിയുടെ തിളങ്ങുന്ന കുണ്ടലങ്ങളുള്ള തല ഒരമ്പുകൊണ്ട് മുറിച്ചിട്ടു. തസ്യ ബാണൈശ്ചേതാ ചടുർഗജകരോപമം. ലക്ഷ്മണൻ മൂർച്ചയേറിയ 5 ശരങ്ങൾ കൊണ്ട് രാക്ഷസേന്ദ്രന്റെ ശരങ്ങളോടുകൂടി ആനത്തുമ്പിക്കൈ പോലെയുള്ള വില്ലും മുറിച്ചു കളഞ്ഞു. വിഭീഷണൻ കാർമേഘ സദൃശങ്ങളും പർവ്വത തുല്യങ്ങളുമായ രാവണന്റെ ഉത്തമാശങ്ങളെ ചാടിച്ചെന്ന് ഗത കൊണ്ട് അടിച്ചു കൊന്നു. വേഗവാനായ രാവണൻ കുതിരകൾ കൊല്ലപ്പെട്ടപ്പോൾ വൻതേരിൽ നിന്ന് താഴോട്ട് കുതിച്ച് സഹോദരന്റെ നേർക്ക് കഠിനമായിട്ട് കോപിച്ചു. തഥശക്തി മഹാശക്തി പ്രദീപ്താമശനീമിവ. കരുത്തനും പ്രതാപിയുമായിരിക്കുന്ന രാക്ഷസേന്ദ്രൻ ജ്വലിക്കുന്ന ഇടിമിന്നൽ പോലെയുള്ള ഒരു വേല് വിഭീഷണന്റെ നേർക്ക് അയച്ചു. ലക്ഷ്മണൻ 3 അമ്പുകൾ കൊണ്ട് അടുത്തെത്തും മുമ്പേ അവ മുറിച്ചു കളഞ്ഞു. അപ്പോൾ രണഭൂമിയില് വാടരന്മാരുടെ ആർപ്പുവിളി ഉയർന്നു. സാപപാതൃതാഛിന്നാശക്തി കാഞ്ചനമാലിനീം. പൊന്മാല അണിഞ്ഞ ആ വേല് 3ആയി മുറിഞ്ഞ് തീപ്പൊരി ചിതറി ജ്വലിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് വീണ ഉൽക്ക പോലെ നിലത്തു വീണു. പിന്നീട് ഏറെ പൂജിക്കപ്പെട്ടതും അന്തകന് പോലും അദൃശ്യമായതും സ്വതേജസ് കൊണ്ട് ജ്വലിക്കുന്നതുമായ മറ്റൊരു വൻവേല് കയ്യിലെടുത്തു. കരുത്തനായ രാവണൻ അടുക്കാൻ കഴിയാത്ത ആ വേല് ചുഴറ്റിയപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധം പോലെ അതിഘോരമായി അത് ജ്വലിച്ചു. ഏതസ്മിൻ അന്തരേ വീരോ ലക്ഷ്മണസ്തം വിഭീഷണം. ഈ അവസരത്തിൽ വീരനായ ലക്ഷ്മണൻ പ്രാണസംശയത്തിലായ വിഭീഷണനെ വേഗം മറച്ചുകൊണ്ട് നിന്നു. തം വിമോക്ഷയിതും വീരശ്ചാപമാം യമ്യ നിലക്ഷ്മണ. വീരനായ ലക്ഷ്മണൻ വിഭീഷണനെ രക്ഷിക്കാൻ വേണ്ടി വില്ലും വലിച്ച് വേലേന്തിയ രാവണന് ശരവർഷം ചൊരിഞ്ഞു.
ആ മഹാത്മാവിന്റെ ശരവർഷത്താൽ മൂടപ്പെട്ടപ്പോൾ പരാക്രമത്തിൽ വിമുഖനായ രാവണൻ പ്രഹരിക്കാൻ ഒരുമ്പെട്ടില്ല. അനുജനെ ലക്ഷ്മണൻ രക്ഷിച്ചത് കണ്ടപ്പോൾ രാവണൻ ലക്ഷ്മണന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ വാക്ക് പറയുകയുണ്ടായി: ബലോത്തത, വിഭീഷണനെ നീ ഇങ്ങനെ രക്ഷിച്ചല്ലോ, അതുകൊണ്ട് ഈ വേൽ രാക്ഷസനെ വിട്ട് നിന്റെ നേരെ പ്രയോഗിച്ചേക്കാം. പരികങ്ങൾക്കൊത്ത എന്റെ കൈകളാൽ അയക്കപ്പെട്ട ഈ വേൽ നിന്റെ ഹൃദയം പിളർന്ന പ്രാണനും കൊണ്ട് പോകും. പരമക്രുദ്ധനായിരുന്ന രാവണന്റെ ഈ വാക്കുകള് കേട്ടു ലക്ഷ്മണൻ. തുടർന്ന് മായ കൊണ്ട് നിർമ്മിച്ചതും മഹാശബ്ദമുള്ളതും 8 മണികളുള്ളതും അമോഘവും ശത്രുനാശകവും തേജസ് കൊണ്ട് ജ്വലിക്കുന്നതുമായ ആ വേല് ലക്ഷ്മണന് നേരെ എറിഞ്ഞു രാവണൻ. അതിവേഗം അവൻ വിട്ട ആ വേല് ഇന്ദ്രാശനിക്കൊത്ത ശബ്ദത്തോടെ പോർക്കളത്തിൽ ലക്ഷ്മണന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ വേലിനോട് ലക്ഷ്മണന് ക്ഷേമം വരട്ടെ, നിന്റെ വധോദ്യമം നിഷ്ഫലമാകട്ടെ എന്ന് രാമൻ പറഞ്ഞു. രണത്തിൽ ക്രുദ്ധനായ രാവണൻ എറിഞ്ഞ സർപ്പത്തിനൊത്ത ആ വേല് വേഗം അഭീതനായ ലക്ഷ്മണന്റെ മാറില് തുളച്ച് കയറി. നാഗരാജന്റെ നാവ് പോലെ ജ്വലിക്കുന്ന തേജസ്സേറിയ ആ ശക്തി ലക്ഷ്മണന്റെ വിശാലമായ മാറില് അതിവേഗം പതിച്ചു. തതോ രാവണ വേഗേന സുദൂരമവഗാഠയാം ശക്തിയാ നിർഭിന്ന ഹൃദയ പപാത ഭുവി ലക്ഷ്മണ. രാവണന്റെ വേഗം മൂലം ആഴത്തിൽ താഴ്ന്ന വേലിനാൽ പിളർത്തപ്പെട്ട മാറിടത്തോടെ ലക്ഷ്മണൻ നിലത്ത് പതിച്ചു. ലക്ഷ്മണന്റെ ആ അവസ്ഥ കണ്ട് അടുത്തു നിന്നിരുന്ന അതിതേജസ്വിയായ രാഘവൻ സഹോദര സ്നേഹത്താല് സന്തപ്ത ഹൃദയനായി. അല്പനേരം കണ്ണീരാൽ കലങ്ങിയ കണ്ണുകളോടെ വിഷമിച്ചു നിന്ന ശേഷം അദ്ദേഹം കൽപ്പാന്തകാലത്തെ കൊടുന്തീ പോലെ കോപാവിഷ്ടനായി. ഇത് വിഷാദിച്ചിരിക്കാനുള്ള കാലമല്ല എന്ന് വിചാരിച്ച് രാഘവൻ ലക്ഷ്മണനെ വീക്ഷിച്ച ശേഷം രാവണനെ വധിക്കാൻ നിശ്ചയിച്ച് സർവയത്നം ചെയ്ത് അതിഘോരമായിട്ട് പോരാടി. വൻപോരിൽ വേലേറ്റു പിളർന്ന ചോരയിൽ കുളിച്ച ലക്ഷ്മണനെ പാമ്പിനോടൊത്ത പ്രപദം പോലെ രാമൻ കണ്ടു. കരുത്തനായ രാവണൻ പ്രയോഗിച്ച ആ വേൽ വലിച്ചെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും വാനരവീരന്മാര് സമർത്ഥരായില്ല. ശീഘ്രഹസ്തനായ രാവണന്റെ ശരനിരകളേറ്റ് അവർ വിഷമിക്കുകയും ചെയ്തു. അത് സൗമിത്രിയെ പിളർന്ന് ഊഴിയിൽ പ്രവേശിച്ചിരുന്നു. കരുത്തനായ കാകുത്സ്ഥനും ആ കൊടിയ വേൽ കൈകൾ കൊണ്ട് വലിച്ചെടുത്ത് പോരിനിടയിൽ ക്രുദ്ധനായി ഒടിച്ചു. വേൽ വലിച്ചെടുക്കുന്ന രാമന്റെ സർവാംഗങ്ങളിലും ബലവാനായ രാവണൻ മർമ്മഭേദികളായ അമ്പുകൾ എയ്തുവിട്ടു. ആ അമ്പുകളെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് രാമൻ ഹനുമാനോടും സുഗ്രീവനോടും പറഞ്ഞു: വാനരോത്തമന്മാരെ, നിങ്ങൾ ലക്ഷ്മണന്റെ ചുറ്റും നിൽക്കുവിൻ. മേഘദർശനം കാക്ഷിക്കുന്ന വേഴാമ്പലിന് വേനൽ അറുതിയിലെന്ന പോലെ എനിക്ക് ചിരകാലമായി ആഗ്രഹിക്കുന്ന പരാക്രമത്തിന്റെ കാലമിതാ വന്നിരിക്കുന്നു. പാപാത്മാവും പാപനിശ്ചയനുമായ ഈ ദശഗ്രീവൻ എന്നാൽ കൊല്ലപ്പെടണം. വാനരന്മാരെ, ഞാനിതാ നിങ്ങളോടും സത്യം ചെയ്തു പറയുന്നു, രാവണനോ രാമനോ വേർപെട്ട ലോകം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. രാജ്യനാശം, വനവാസം, ദണ്ഡകത്തിൽ അലഞ്ഞത്, വൈദേഹിയെ തീണ്ടിയത്, രാക്ഷസന്മാരുമായിട്ട് ഏറ്റുമുട്ടല്, വന്നെത്തിയ മഹാഘോരമായിരിക്കുന്ന ദുഃഖം, നരകതുല്യമായ ക്ലേശം, ഇതെല്ലാം ഞാനിന്ന് രണത്തിൽ രാവണനെ വധിച്ച് തീർക്കുന്നുണ്ട്. ആർക്കു വേണ്ടിയാണോ ഞാൻ ഈ വാനരപ്പടയെ കൊണ്ടുവന്നതും ബാലിയെ രണത്തിൽ വെച്ച് വധിച്ച് സുഗ്രീവന് രാജ്യം നൽകിയതും കടൽ കടന്നതും സാഗരത്തില് സേതു ബന്ധിച്ചതും, ആ പാപി ഇന്നിതാ പോരിൽ എന്റെ കണ്ണിൽ പെട്ടിരിക്കുന്നു. കണ്ണിൽ വിഷമുള്ള പാമ്പിന്റെ കണ്ണിൽപ്പെട്ടാൽ എന്ന പോലെ എന്റെ കണ്ണിൽപ്പെട്ട രാവണൻ ഇനി ജീവനോടെ ഇരിക്കരുത്. ദുർജയരായ വാനരന്മാരെ, നിങ്ങൾ സ്വസ്ഥരായ മലകളുടെ മുകളിലിരുന്ന് എന്റെയും രാവണന്റെയും യുദ്ധം കാണുക. ഗന്ധർവന്മാരോടും ദേവന്മാരോടും ഋഷിമാരോടും ചാരണന്മാരോടും കൂടിയ 3 ലോകങ്ങളും ഇന്ന് രണത്തിൽ രാമനായ എന്റെ രാമത്വത്തെ കാണട്ടെ. ചരാചരങ്ങളും അപരന്മാരുമുള്ള ലോകങ്ങൾ ഭൂമി നിലനിൽക്കുന്ന നാൾ വരെ പ്രകീർത്തിക്കുന്ന കർമ്മം ഞാൻ ഇന്ന് ചെയ്യും. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം രാമൻ ഒരുക്കിയ പൊന്നണിഞ്ഞ കൂരമ്പുകൾ കൊണ്ട് പോരിൽ പിഴയ്ക്കാതെ രാവണനെ എയ്തു. പിന്നീട് പ്രകാശിക്കുന്ന നാരാജങ്ങളും മുസലങ്ങളും കൊണ്ട് രാവണൻ ധാരകൾ കൊണ്ട് മേഘമെന്ന പോലെ രാമന്റെ മേല് വർഷിച്ചു. രാമരാവണമുക്താനാമന്യോന്യം അഭിനിഗ്ധാം. രാമരാവണന്മാർ പ്രയോഗിക്കുന്ന ശ്രേഷ്ഠ ശരങ്ങള് അന്യോന്യം ഏറ്റുമുട്ടി ഉഗ്രമായിരിക്കുന്ന ഉച്ച ഉണ്ടായി. കത്തുന്ന
മുനകളോടൊത്ത രാമരാവണന്മാരുടെ ശരങ്ങള് മുറിഞ്ഞും തകർന്നും വാനിൽ നിന്ന് ഭൂമിയിൽ വീണു. ആ രാമരാവണന്മാരുടെ കൊടിയ ഞാണൊലി സർവഭൂതങ്ങൾക്കും ഭയകാരണവും അത്ഭുതകരവുമായിരുന്നു. ജ്വലിക്കുന്ന വില്ലേന്തിയ ആ മഹാത്മാവിന്റെ ശരമാരിയേറ്റ് ഭയാൽ പൃഥുദ്രാവ സമേത്യ രാവണോ യഥാ നിലേനാഭിഗതോ വലാഹക. പീഡിതനായ രാവണൻ ഭയത്തോടെ കാറ്റടിയേറ്റ കാർമേഘം പോലെ ഓടിപ്പോയി. ഇങ്ങനെ ലക്ഷ്മണൻ രാവണന്റെ വേരേറ്റ് നിലംപതിക്കുന്നതും വൃദ്ധനായിക്കൊണ്ട് രാവണന്റെ മേൽ ശരവർഷം ചെയ്യുന്നതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.